Hello, welcome to Eileen IAS Ignite Foundation ന്യൂസ് പേപ്പർ അനാലിസിസ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 14 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ന്യൂസ് പേപ്പറിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ എന്നും പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. 2 ആഴ്ച ആവാറായി, എല്ലാം ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് എന്തൊക്കെ ന്യൂസാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ ഹിന്ദുവിലെ ഒരു എഡിറ്റോറിയലാണ് അബൌട്ട് റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ച് ഉള്ളൊരു ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ SC/ST ക്രീമി ലെയർസ് റിസർവേഷനെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സിംഗപ്പൂരിൻ്റെ മിനിസ്ട്രിയൽ റൗണ്ട് ടേബിളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദിരിയോ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്, ആൽഗൽ ബ്ലൂം, അതുപോലെ തന്നെ എഡിറ്റോറിയൽ നോമിനേഷൻ പവർ ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ഹിന്ദുവിലെ ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്, എഡിറ്റോറിയലാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഹിറ്റ്സ് ലോ ഓഫ് 1.55% ഇൻ 8 years. അതായത് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന അരി, പച്ചക്കറി, അങ്ങനെയുള്ള നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് 1.55% കുറഞ്ഞു എന്നാണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. 1.55% എന്ന് പറയുന്നത് 8 വർഷത്തിന് ശേഷമാണ്, അതായത് 2017 ശേഷമാണ് നമുക്ക് ഈ 1.55%ഓളം ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ GS3 എക്കണോമിയിലാണ് നമുക്ക് ഇൻഫ്ലേഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നതെന്നുള്ളത്. നമ്മുടെ RBI എപ്പോഴും ഇൻഫ്ലേഷന് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അതായത് കംഫോർട്ട് ബാൻഡ് എന്ന് പറയും. അതായത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കണോമിക്ക് നല്ലതാണ്. അങ്ങനെ RBI പറഞ്ഞിട്ടുള്ളൊരു റേഞ്ച് എന്ന് പറയുന്നത് 2 to 6% ഓഫ് ഇൻഫ്ലേഷൻ എന്താണ് നമ്മുടെ എക്കണോമിക്ക് നല്ലതാണ്. അപ്പം ആ ഒരു ബാൻഡ് വരുന്ന ഇൻഫ്ലേഷൻ ഒന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിനെ ബാധിക്കും. അപ്പോൾ ഈ പറയുന്ന 2 to 6%നും താഴെ ആണ് നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ജൂലൈ 2025 ഇൻഫ്ലേഷനാണ് നമ്മൾ പറയുന്നത്. അതായത് 1.5%, ദ ലോവസ്റ്റ് സിൻസ് ജൂൺ 2017. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നുള്ളതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ സോയിങ് കണ്ടീഷൻസ് നല്ലതായി, അതായത് നമ്മുടെ വിളവെടുപ്പ്, കൃഷി, ഈ കാര്യങ്ങളൊക്കെ നല്ലതായി മെച്ചപ്പെട്ടത് എന്തായി, നമ്മുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഗുഡ് മൺസൂൺ നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചു, അതും നമുക്ക് നല്ല രീതിയിൽ അരി, പച്ചക്കറികൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കാനും കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേവറബിൾ ബേസ് ഇഫക്റ്റ് ഫ്രം ലേറ്റ് 2024 ഇൻഫ്ലേഷൻ സർജ്. അതുപോലെ തന്നെ നമ്മുടെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4.1% മീറ്റിംഗ് RBI's ടാർഗറ്റൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അതായത് ജൂലൈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ലോ ആയിട്ടുണ്ട്. പക്ഷെ ഈ ലോ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഓക്കെയാണ്, ബട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഇതെന്താണ് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യില്ല. ഈ ഒരു ഇതിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, കാരണം നമ്മുടെ ഹൗസ് ഹോൾഡിന് ഈ ഒരു വിലക്കയറ്റം കുറയാന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ എക്കണോമിക്കും നല്ലതാണ്. പക്ഷെ അത് ലോങ് ടൈമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു 1.55% എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാണ് ഇവർ പറയുന്നത്. ദെൻ ഇപ്പം നമുക്ക് ഇൻഫ്ലേഷൻ കുറവാണെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ കുറച്ച് റിസ്ക് എലമെന്റ്സ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്, അതായത് ഡൊണാൾഡ് ട്രംപ് US നമ്മുടെ ടാരിഫൊക്കെ ഹൈക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് ഇനി ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള ചാൻസസ് ആണ് വരുന്നത്. ദെൻ ട്രംപ് പറഞ്ഞ വേറൊരു കാര്യം, നമ്മൾ റഷ്യയുടെ ഓയിൽ
ഇമ്പോർട്ടിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിങ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള ഓയിൽ പ്രൈസിനേക്കാളും പ്രൈസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലേഷൻ ലെവല്, കുറഞ്ഞു നിൽക്കുന്ന ഇൻഫ്ലേഷൻ ലെവല് കൂടാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഇവിടെ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറവാണെങ്കിലും നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോഴും ഡൗൺ തന്നെയാണ്. അതായത് നമ്മുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറയുന്നത് ഒരു 10 month ആയിട്ട് അതെന്താണ്, ലോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടി റവന്യൂ നമ്മൾ ഈ അടുത്ത ന്യൂസിൽ കേട്ടിരുന്നു. ജി എസ് ടി റവന്യൂ കുറവാണ്. ജി എസ് ടി റവന്യൂ സ്ലോ ടു സിംഗിൾ ഡിജിറ്റ് ഇൻ ജൂലൈ 2025. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസ് ഡയറക്റ്റ് ടാക്സ് അതും കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർ സെയിലുകളുണ്ടല്ലോ, അത് ഒരു 18 month നോക്കുന്ന സമയത്ത് ഈ ജൂലൈയിലുള്ളത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊക്കെ എന്താണ്, നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തിൻ്റെ സ്ലോ ഡൗൺ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത് അതൊരു ടെമ്പററി മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് അത് ബെനിഫിറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം താൽക്കാലികമായിട്ട് നമുക്കൊരു ആശ്വാസം മാത്രമാണ് നൽകുന്നത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രീമി ലെയർ സിസ്റ്റം ഇൻ SC/ST റിസർവേഷനെ കുറിച്ചാണ്. അതായത് നമുക്ക് OBC റിസർവേഷൻ ഉണ്ട്. OBCക്ക് നോൺ ക്രീമി ലെയർ അതുപോലെ തന്നെ ക്രീമി ലെയർ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ള റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. ഫോർ ജോബ് പർപ്പസ്, ഗവൺമെന്റ് ജോബ് പർപ്പസിനായിട്ട് OBC കമ്മ്യൂണിറ്റിനെ ക്രീമി ലെയർ അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതേ റിസർവേഷൻ തന്നെ SC/ST കാറ്റഗറിക്കും കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതിയിൽ പെറ്റീഷൻസ് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് നോട്ടീസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഈ SC/ST വിഭാഗത്തെയും ക്രീമി ലെയർ എന്നുള്ള രീതിയിൽ തരംതിരിക്കാനായിട്ട് പറഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു ന്യൂസാണ് നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ GS2 ഇന്ത്യൻ പൊളിറ്റിയിലാണ് ഈ പോർഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഈ ക്രീമി ലെയർ അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ ആയിട്ട് തിരിക്കണമെന്ന് പറയുന്നത്? കാരണം നമ്മുടെ SC/ST കമ്മ്യൂണിറ്റിയിലും OBC പോലെ തന്നെ കുറേ ആളുകൾ അവർ എക്കണോമിക്കലി ബാക്കറായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എപ്പോഴും നമ്മൾ റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് എക്കണോമിക്കലി ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് എപ്പോഴും റിസർവേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഈ ഒരു മേഖലയെക്കുറിച്ച് അറിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റിസർവേഷനും ഓൾറെഡി ഹൈ ആയിട്ടുള്ള ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്കാണ് കിട്ടുന്നത്. അപ്പോൾ SC/ST കമ്മ്യൂണിറ്റികളിലെ പോലെ തന്നെ ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന റിസർവേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ അവരുടെ ഇൻകം ബേസിൽ തിരിക്കണം എന്ന് സുപ്രീം കോടതിയിൽ കേസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരുന്നത് തന്നെ. അതായത് 2-tier റിസർവേഷൻ സിസ്റ്റം ടു ബി ഇംപ്ലിമെന്റഡ് വിത്തിൻ SC/ST category, prioritizing individuals from economically weaker sections. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള SC/ST കമ്മ്യൂണിറ്റികൾക്ക് ഇനിയെങ്കിലും റിസർവേഷൻസ് കിട്ടണം. കാരണം അവർ അത്രയും ഇൻഇക്വാളിറ്റീസ് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എക്കണോമിക്കലി വീക്കർ ആണ്. അതുകൊണ്ട് അവർക്ക് റിസർവേഷൻസ് കിട്ടേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആ ഒരു പെറ്റീഷനാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ OBCയിൽ നോൺ ക്രീമി ലെയർ കൊണ്ടുവരുന്നത് തന്നെ 1990 മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് OBC റിസർവേഷൻ കൊണ്ടുവരുന്നത്. അതായത് OBCക്ക് 27% റിസർവേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ് എന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവരുന്നത് മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ ഈ 20% ആയിട്ടുള്ള റിസർവേഷൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നു. അപ്പൊ ഈ ഒരു റിസർവേഷൻ കൊണ്ടുവന്ന സമയത്ത് ബാക്കിയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ അവസരങ്ങൾ നഷ്ടമാകും എന്നുള്ള കാരണവും പറഞ്ഞുകൊണ്ട് 1992 ഇന്ദിരാ സാനി വിസിസ്
യൂണിയൻ ഓഫ് ഇൻഡോ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ പറയുന്ന OBC റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ക്രീമി ലെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് പറയുന്നത് ഈ ഒരു കേസിനകത്താണ്. ഇതിനകത്ത് ഈ ഒരു ഇതിന് പ്രകാരമാണ് നമ്മൾ OBC കാറ്റഗറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ക്രീമി ലെയർ, അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്നത്. ക്രീമി ലെയർ കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഓൾ ഇയർ ഇൻകം എന്ന് പറയുന്നത് 8 lakh above ആണെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുന്ന OBC ആളുകളെ ക്രീമി ലെയർ എന്നും, 8 lakh ഇൻകത്തിന് താഴെയുള്ള OBC ആളുകളെ നോൺ ക്രീമി ലെയർ എന്നും തിരിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ജോബുകളിലെ റിസർവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന നോൺ ക്രീമി ലെയർ കാറ്റഗറി, അതായത് ഓൾ ഇയർ ഇൻകം എന്ന് പറയുന്നത് 8 lakhന് താഴെയുള്ള ആളുകളെയാണ് നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ പെടുത്തുന്നതും അവർക്കാണ് എന്ത് കൊടുക്കുന്നത്, ജോബ് റിസർവേഷൻസും കൊടുക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെ SC/ST കാറ്റഗറിയിലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ദെൻ ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അതുപോലെ തന്നെ M. നാഗരാജ് കേസ് 2006-ലും അതുപോലെ തന്നെ 5 ജഡ്ജ്മെന്റ് കേസ് ഇൻ ജർണൈൽ സിംഗ് കേസസ് ഒക്കെയാണ് ക്രീമി ലെയർ കാറ്റഗറി ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ സിംഗപ്പൂർ മിനിസ്ട്രിയൽ റൗണ്ട് ടേബിൾ ISMRM അതിൻ്റെ 3ാമത്തെ മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് കൂടുകയുണ്ടായി. ഈ ISMR എന്ന് പറയുന്നത് ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റേഴ്സിൻ്റെ ബൈലാറ്ററൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതായത് ഇന്ത്യ സിംഗപ്പൂർ ഈ 2 കൺട്രീസിലെയും കുറച്ച് മിനിസ്റ്റേഴ്സ് തമ്മിൽ നടത്തുന്ന കോൺവെർസേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അവരൊരു റൗണ്ട് ടേബിൾ രീതിയിലുള്ള കോൺവെർസേഷൻസ് ആണ്. എന്തിനാണ്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ നോംസുകൾ പുതുക്കാനായിട്ട് അതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഈ കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മൾ ഈ മിനിസ്ട്രിയൽ റൗണ്ട് ടേബിൾസ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ, ഇനോഗ്രൽ സെഷൻ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. സെപ്റ്റംബർ 2022 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സെക്ഷൻ നടക്കുന്നത്. 2ാമത്തെ സെഷൻ നടന്നത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. ദെൻ അഗൈൻ ദ 3rd സെക്ഷൻ ആണ് ഇപ്പോൾ നടന്നത്, അതും ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിവ്യൂ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആൻഡ് ഐഡന്റിഫൈ ന്യൂ അവന്യൂസ് ഓഫ് കോർപ്പറേഷൻ ഫോർ ഇന്ത്യ സിംഗപ്പൂർ ബൈലാറ്ററൽ റിലേഷൻസ്. ഇന്ത്യ സിംഗപ്പൂരിൻ്റെ ബൈലാറ്ററൽ റിലേഷൻസിൻ്റെ ഒക്കെ, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സിൻ്റെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ട്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യ സിംഗപ്പൂർ ബൈലാറ്ററൽ റിലേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് കോർപ്പറേഷൻ എഗ്രിമെന്റ് 2005 ഇന്ത്യയും സിംഗപ്പൂറുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് 1994 അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി 2005 സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബൈലാറ്ററൽ റിലേഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു കൺട്രിയിൽ ഒരാളാണ് നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ 6th ലാർജസ്റ്റ് ഗ്ലോബൽ ട്രേഡ് പാർട്ട്ണർ കൂടിയാണ്. ഇന്ത്യയുടെ 6th ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ് ആര്? സിംഗപ്പൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പ് FDIs വരുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അതുപോലെ തന്നെ ട്രേഡിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഈ മേഖലകളൊക്കെയാണ്. ദെൻ ഇന്ത്യ സിംഗപ്പൂർ ഒരുമിച്ച് ഉള്ള കുറച്ച് ഫോറംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ്, G20, കോമൺവെൽത്ത്, ഇന്ത്യൻ ഓഷ്യൻ ഡ്രീം അസോസിയേഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിയോപിസർ, ഈ ഓർഗനൈസേഷൻസിലെല്ലാം തന്നെ ഇന്ത്യ സിംഗപ്പൂർ റിലേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ISMRനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ISMR വർക്ക് ചെയ്യുന്നത് ഒരു 6 പില്ലേഴ്സിൽ വെച്ചിട്ടാണ്. ഈ 6 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ, ഹെൽത്ത് കെയർ, മെഡിസിൻ, സ്കിൽസ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി,
ഈ 6 പില്ലേഴ്സിൽ ഊന്നിയിട്ടാണ് നമ്മുടെ ISMR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ISMRൽ നമ്മൾ മുൻപോട്ട് വന്നിട്ടുള്ള നമ്മുടെ ഒരു അംബീഷ്യസ് പ്രൊജക്റ്റ് ആണ് നമ്മുടെ അണ്ടർ സീ വഴി ഇന്ത്യയിൽ നിന്നുള്ള സോളാർ എനർജീനെ സിംഗപ്പൂരിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ദ പ്രപ്പോസൽ ടു ലേ ആൻഡ് അണ്ടർ സീ കേബിൾ ടു ക്യാരി സോളാർ എനർജി ഫ്രം ഇന്ത്യ ടു സിംഗപ്പൂർ ദാറ്റ് വിൽ ഓൾസോ പ്രൊവൈഡ് ഡാറ്റ കണക്ടിവിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. മെയിൻലി ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ബൈലാറ്ററൽ ടൈസ് കൂടുതൽ സ്ട്രോങ് ആക്കാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്ത്യ സിംഗപ്പൂരിലെ മിനിസ്റ്റേഴ്സ് കൂടി ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ് ISMR എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ഈ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഏരിയ ആണ്. ദിരിയോ, ഗോവയിലെ ട്രഡീഷണൽ ബുൾ ഫൈറ്റിനെയാണ് നമ്മൾ ദിരിയോ എന്ന് പറയുന്നത്. ഗോവയിലെ ട്രഡീഷണൽ ബുൾ ഫൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിരിയോനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. എന്താണ് ദിരിയോ? ദിരിയോ എന്ന് പറയുന്ന ഒരു ബുൾ ഫൈറ്റ് ആണ്. തമിഴ്നാട്ടിൻ്റെ ജല്ലിക്കെട്ട് പോലെയുള്ള ഒരു ബുൾ ഫൈറ്റിംഗ് സെഷനാണ് ദിരിയോ എന്ന് പറയുന്നത്. ഇത് ഗോവയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെസ്റ്റ് ആണ്. ഇത് മെയിൻലി ഹാർവസ്റ്റ് സീസണിന് ശേഷം നടത്തുന്നതാണ്. ഓർഗനൈസ്ഡ് ആഫ്റ്റർ ഹാർവസ്റ്റ് സീസൺ. ഒരു ഹാർവസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് അവരുടെ പാഡി ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെയാണ് ഈ ബുൾ ഫൈറ്റിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ ചർച്ച് ഫീസ്റ്റിൻ്റെയും ഭാഗമായിട്ട് ഈ ദിരിയോ നടത്താറുണ്ട്. ദിരിയോ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി ചർച്ച് ഫെസ്റ്റ്. ദെൻ ഇതെന്ന് പറയുന്നത് യൂറോപ്യൻ ബുൾ ഫൈറ്റിനോട് സാദൃശ്യമുള്ളതാണ്. അതായത് സ്പാനിഷ് ബുൾ ഫൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ സാമ്യത്തോട് തന്നെ നടത്തുന്ന ഒരു ബുൾ ഫൈറ്റാണ് ദിരിയോ എന്ന് പറയുന്നത്. ഈ ദിരിയോ പോർച്ചുഗീസുകാർ വരുന്ന കാലം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് ഗോവയിൽ ഈ ബുൾ ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുൾ ഫൈറ്റിന്റെ സ്റ്റാർട്ടിങ് ഇൻ ഗോവ എന്ന് പറയുന്നത് ആ പോർച്ചുഗീസ് വരുന്ന ആ ഒരു കാലഘട്ടമാണ്. അത് സ്പാനിഷ് ബുൾ ഫൈറ്റും ദിരിയോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ദിരിയോ സ്പാനിഷിലെ ബുൾ ഫൈറ്റിലെ ആ 2 ബുൾസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബുള്ള് ഡെഡായി കഴിഞ്ഞാൽ മാത്രമാണ് അവരത് നിർത്തുക. ബട്ട് ഇവിടെ ആ ഒരു ബുള്ളിന് അത്ര വലിയ ക്രൂവാലിറ്റി ഒന്നും നേരിടുന്നില്ല, അവർക്ക് നാശമൊന്നും വരുത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ദെൻ 1997 ഹൈക്കോർട്ട് ഇതിനെ ബാൻ ചെയ്യും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പ്ലെയിനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ദിരിയോനെ, ഗോവയുടെ ബുൾ ഫൈറ്റിനെ അവിടുത്തെ MLA പറഞ്ഞിരിക്കുന്നത് അതിനെ ലീഗലൈസ്ഡ് ചെയ്യണം, അതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്ത് കൺസർവ് ചെയ്യണം. കാരണം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെസ്റ്റാണ് ദിരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗോവയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബുൾ ഫൈറ്റ് ആണ് ദിരിയോ എന്നുള്ളത്. കാരണം ഈ ഒരു ഓപ്ഷൻ പ്രിലിംസിൽ എപ്പോൾ വേണമെങ്കിലും വരാം. കൾച്ചർ ഭാഗത്തുനിന്ന് ദിരിയോ ഗോവ അല്ലെങ്കിൽ എന്താ ബുൾ ഫൈറ്റ്, ആ ഒരു 3 ടേം ഓർത്തിരിക്കണം. മേ ബി നിങ്ങൾക്ക് IPTS-ലോ അല്ലെങ്കിൽ വരുന്ന UPSC പ്രിലിംസിലൊക്കെ ഓപ്ഷനായിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ദിരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ദിരിയോ എവിടെയാണ്? ഗോവയിലാണ്. അതൊരു ബുൾ ഫൈറ്റ് ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിനെ കുറിച്ചാണ്. അതായത് നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79th ഇയർ ആണ്. നമ്മുടെ 79th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നാളെ എന്ന് പറയുന്നത്. നമ്മളൊരു 5000-ഓളം സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് എവിടെ നടക്കാറ്? അത് റെഡ് ഫോർട്ടിലാണ്. റെഡ് ഫോർട്ടിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എല്ലാ വർഷവും ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഷനാണ്. അതായത് 2047 2047 ആകുമ്പോഴത്തേക്കും വികസിത് ഭാരത് അഥവാ ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ള നമ്മുടെ വിഷനാണ് നമ്മൾ ഈ ഒരു വർഷവും ഊന്നൽ കൊടുക്കുന്നത്.
അതുപോലെ തന്നെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് നയ് ഭാരത് ആണ്. നയാ ഭാരത് അഥവാ ന്യൂ ഇന്ത്യ, നയാ ഭാരത് എന്നുള്ള തീമിലാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു തീമും വരുന്നുണ്ട്. ദെൻ നമ്മൾ അവിടെ കാണിക്കാനായിട്ട് പോകുന്ന, ഷോക്കേസ് ചെയ്യാനായിട്ട് പോകുന്നത് ചെനാബ് ബ്രിഡ്ജിനെയാണ്. ചെനാബ് ബ്രിഡ്ജ്, ഇന്ത്യ ഒരു വലിയൊരു ബ്രിഡ്ജ് ഡെവലപ്പ് ചെയ്തിരുന്നു ചെനാബ് റിവറിന്. ആ ഒരു ബ്രിഡ്ജിനെയും നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വികസിത് ഭാരത് ഇൻ 2047, അതുപോലെ തന്നെ നയ് ഭാരത്, ഓപ്പറേഷൻ സിന്ദൂർ, അതുപോലെ തന്നെ ചെനാബ് ബ്രിഡ്ജ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇത് നടക്കുന്നത് എവിടെയാണ്? റെഡ് ഫോർട്ടിലാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ വരുന്നത്. മോർ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ന്യൂസിൽ കവർ ചെയ്യാം. കാരണം ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനകത്ത് ന്യൂ ആയിട്ടുള്ള പ്രോഗ്രാംസ് അതുപോലെ തന്നെ സ്കീമുകൾ പറയാനായിട്ട് ചാൻസ് ഉണ്ട്, അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ ന്യൂസിൽ നമുക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ന്യൂസ് വരുന്നത് ഒരു ലോക്കൽ ന്യൂസ് ആണ്. അത് കേരള ട്രിവാൻഡ്രം എഡിഷനിൽ വന്നിട്ടുള്ളൊരു ലോക്കൽ ന്യൂസ് ആണ്. നമ്മുടെ കേരള കോസ്റ്റിലെ ആൽഗൽ ബ്ലൂംസിനെ കുറിച്ച് വന്നിട്ടുള്ളൊരു ന്യൂസ് ആണ്. ആൽഗൽ ബ്ലൂംസ്, യൂട്രോഫിക്കേഷൻ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ GS എൻവയോൺമെന്റ് സെക്ഷൻസിൽ നമ്മൾ എന്താണ് യൂട്രോഫിക്കേഷൻ, അതുപോലെ തന്നെ ആൽഗൽ ബ്ലൂംസ് എന്ന് കവർ ചെയ്യും. എന്നാലും ഞാനൊരു ഇതിൽ പറയാം എന്താണ് ആൽഗൽ ബ്ലൂംസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ആൻഡ് സെൻട്രൽ കോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ആൽഗൽ ബ്ലൂംസ് കൂടി വരികയാണ് എന്നാണ് പറയുന്നത്. അവിടെ കാണുന്നത് കോമൺലി റെഡ് ടൈഡ് ആണ്. റെഡ് ടൈഡ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഇതാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സീയുടെ കടലിന്റെ ഭാഗത്ത് ഈ റെഡ് ആയിട്ടുള്ള ആൽഗേസ് കൂടി ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ ലോങ് ആയിട്ട് നോക്കുമ്പോൾ, ആകാശത്തു നിന്നൊക്കെ നോക്കുന്ന സമയത്ത് റെഡ് കളറിൽ, നല്ല റെഡ് കളറിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ ഒരു ആക്ച്വലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൽഗയാണ്. ഈ ആൽഗയുടെ പേരെന്ന് പറയുന്നത് മാസീവ് ബ്ലൂമിംഗ് ഓഫ് റെഡ് വേരിയന്റ് ഓഫ് ഡൈനോഫ്ലാഗലൈറ്റ് മൈക്രോ ആൽഗ നോക്റ്റിലുക്ക സ്റ്റിൻലിനാസ് എന്ന് പറയുന്ന പേരൊന്നും പഠിക്കേണ്ട കേട്ടോ. ഡൈനോഫ്ലാഗലൈറ്റ് അത്രമാത്രം, ഡൈനോഫ്ലാഗലൈറ്റിസ് എന്നുള്ള ആ ഒരു കാര്യം മാത്രം, അത്രയും ലോങ് ആയിട്ടുള്ള പേരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് കൂടുന്നത്. അപ്പോൾ ഈ ആൽഗൽ ബ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. നമ്മൾ മണ്ണിലോട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ഫെർട്ടിലൈസേഴ്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് എന്നുള്ള വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആനിമൽ വേസ്റ്റ്, ഇതൊക്കെ എന്താണ് മണ്ണിലോട്ട് ഡംപ് ചെയ്യാറുണ്ട്. മണ്ണിലോട്ട് ഡംപ് ചെയ്യുന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, NPK, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ തന്നെ നൈട്രജൻ, ഈ NPKs പോലുള്ള ന്യൂട്രിയൻസ് ഒക്കെ മഴ പെയ്യുന്ന സമയത്ത് ലീച്ച് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വാട്ടർ റിസോഴ്സസിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, ഇത് ന്യൂട്രിയൻസ് ആണ്. വാട്ടർ റിസോഴ്സസിൽ ചെന്നിട്ട് ആ ന്യൂട്രിയൻസ് കൂടുന്ന സമയത്ത് അവിടുത്തെ ഗ്രീൻ പ്ലാന്റ്സ്, മെയിൻലി ആൽഗേസ് കൂടാനായിട്ട് തുടങ്ങും. അതിന് ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ അത് വലിച്ചെടുത്ത് അതിൻ്റെ നമ്പർ കൂടും. അതിൻ്റെ നമ്പർ കൂടി ആ പോണ്ടിൽ മൊത്തം ആൽഗേസ് നിറയും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിനകത്ത് മൊത്തം ആൽഗേസ് നിറയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് താഴത്തെ ആയിട്ടുള്ള ഓക്സിജൻ കണക്ടിവിറ്റി കുറയ്ക്കും. അങ്ങനെ ഓക്സിജൻ കണക്ടിവിറ്റി കുറയ്ക്കുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു എക്കോസിസ്റ്റം ഡെഡ് ആവും. അതായത് ഫിഷസ് ഉണ്ടാവും, ചെറിയ ചെറിയ ക്രസ്റ്റേഷൻസ് പോലെയുള്ള സ്പീഷീസുകളൊക്കെ ഉണ്ടാവും. ഈ സ്പീഷീസ് ഒക്കെ ഓക്സിജൻ ഇല്ലാതാവുന്ന സമയത്ത് ഡെഡ് ആവും. അങ്ങനെ ആ ഒരു പോണ്ട് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു എക്കോസിസ്റ്റം ആണെങ്കിലും അത് ഡെഡായി മാറും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ഈ ആൽഗൽ ബ്ലൂമിനെ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് അബണ്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഹൈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹൈ pH ലെവല്, സ്റ്റാഗ്നന്റ് വാട്ടർ, എക്സസ് ന്യൂട്രിയൻസ് ഒക്കെ ആൽഗൽ ബ്ലൂംസ് കൂട്ടുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എക്സസ് ന്യൂട്രിയൻസിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഫെർട്ടിലൈസർ, റൺ ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് അനിമൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയിലെ കെമിക്കൽ ഡിസ്ചാർജ് ആൻഡ് വേസ്റ്റ്, ദെൻ
അർബൻ ലൈഫിൽ സീവേജസ് ആൻഡ് വേസ്റ്റ് റൺ ഓഫ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ക്ലൈമറ്റ് ചേഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൽഗൽ ബ്ലൂംസ് കൂടുന്നതിന് കാരണം ആവുന്നുണ്ട്. ഇൻക്രീസ് ഇൻ വാട്ടർ ആൻഡ് എയർ ടെമ്പറേച്ചർ, ഇൻക്രീസ് ഇൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്സ്, ചേഞ്ച് ഇൻ സാലൈനിറ്റി, ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, സീ ലെവൽ റൈസ് ആൻഡ് കോസ്റ്റൽ അപ്വെല്ലിംഗ്. ഇതെല്ലാം തന്നെ എന്താവുന്നുണ്ട്, ആൽഗൽ ബ്ലൂമിന് കാരണം ആവുന്നുണ്ട്. അപ്പോൾ ആൽഗൽ ബ്ലൂം എന്താണെന്ന് നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ടേംസ് നോക്കാം. ഇപ്പോൾ ഇനി വേണമെങ്കിൽ ഇങ്ങനത്തെ ന്യൂസുകൾ കാണാം, ആൽഗൽ ബ്ലൂം, യൂട്രോഫിക്കേഷൻ, അതുപോലെയുള്ള കുറച്ച് ടേംസുകളൊക്കെ കാണും. അപ്പം അതിനെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നോമിനേഷൻ പവർ ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ ഇൻ JNK. ഒരു 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണിത്, ഹിന്ദുവിൽ വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണിത്. ഇതിനകത്ത് പറയുന്നത്, അന്ന് പറഞ്ഞിരുന്നു, അതായത് 2019 നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ഈ റീഓർഗനൈസേഷൻ ആക്ടിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു. നമ്മൾ ജമ്മു കാശ്മീരിനെ ഡിവൈഡ് ചെയ്ത് UTs ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിൽ അവിടുത്തെ അസംബ്ലിയിലേക്ക് ഈ ലഫ്റ്റനന്റ് ഗവർണറിന് 2 വുമൻസിന്, അതായത് വുമൻ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ 2 വുമൻസിനെ ഇവർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അധികാരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2022 അതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്ന സമയത്ത് അത് 2 എന്നുള്ളത് 5 മെമ്പേഴ്സ് ആക്കി ഉയർത്തി. അപ്പോൾ അതിൻ്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ 5 മെമ്പേഴ്സിനെ, 5 നോമിനേറ്റഡ് മെമ്പേഴ്സിനെ കൊടുക്കാം എന്നുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ 5 നോമിനേറ്റഡ് മെമ്പേഴ്സ് കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നം എന്തായിരിക്കാം? അതായത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടിട്ടുള്ള MLAs അവിടെയുണ്ട്. 119 പേര് വോട്ട് കൊടുത്ത് ജയിച്ചവരുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഈ 5 നോമിനേറ്റഡ് MLAs വരുന്നത്. ഈ നോമിനേറ്റഡ് MLAസിന് ഈ പറയുന്ന 119 MLAസിൻ്റെ അതേ പവറുണ്ട്. അവർക്ക് ആ ഒരു സെഷനുകളിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ പവറും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഡെമോക്രാറ്റിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താ? ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ളതാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. ജനാധിപത്യമാണ്. പക്ഷെ ഇവിടെ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളാണ്. അവർക്ക് ഈ പറയുന്ന അതേ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ അതേ റൈറ്റും ഉണ്ട്. അപ്പോൾ ഇതൊരു ഡെമോക്രസിക്ക് ചേർന്നതല്ല. അതുപോലെ തന്നെ ഇതെന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 119 പേര് ഡയറക്റ്റ് എലക്ട് ചെയ്യുന്ന സമയത്ത് ഈ 5 പേര് തീരുമാനിക്കും. ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഈ 5 പേരുടെ ഡിസിഷൻസ് ക്രൂഷ്യലായിട്ട് വരുന്ന മൂമെന്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതെന്താണ്? അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്നതല്ല. ദെൻ ഇവിടെ വേറൊരു ഇഷ്യൂ പറയുന്നത് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ 2021 പുതുച്ചേരിയിൽ MLA ഇലക്ഷനിൽ ഇതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ് കാരണം അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ നോമിനേറ്റഡ് മെമ്പേഴ്സിനെ എടുക്കുന്നത് ഇന്ത്യ പോലുള്ളൊരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഡെമോക്രസിക്ക് എതിരാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സ്ട്രക്ചറിന് യോജിച്ചതല്ല എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നോക്കാം മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എബൌട്ട് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ടാമത് നമ്മൾ SC/STയുടെ ക്രീമി ലെയർ സിസ്റ്റമായിട്ട് തിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ മൂന്നാമത് ഇന്ത്യ സിംഗപ്പൂർ മിനിസ്ട്രി റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട്
ഗോവയിലെ ബുൾ ഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ എന്താ പറഞ്ഞേ, ആൽഗൽ ബ്ലൂമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ അറ്റ്ലാസ് ജമ്മു ആൻഡ് കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റഡ് മെമ്പേഴ്സിന് കൊടുക്കുന്ന ആ ഒരു ഇതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ കവർ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും സെഷൻസ് എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലാണ് ഒരു 1-2 മന്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇനിയും വായിച്ചു തുടങ്ങാത്തവരൊക്കെ വായിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാളെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് പേപ്പർ സെഷനിൽ കാണാം. അതുവരേക്കും ബൈ.